CPM തെരഞ്ഞെടുപ്പ് പരാജയവുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട്. അതിൽ തെറ്റുപറ്റിയോ, ആർക്കാണ് തെറ്റുപറ്റിയത്, തിരുത്താനുണ്ടോ, തിരുത്തുമോ, എങ്ങനെ തിരുത്തും, എന്തൊക്കെയാണ് പിഴ തുടങ്ങിയ ചർച്ചയാണ്. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നൊരു കാര്യമാണ് CPM എതിരാളികൾ, ശത്രുക്കൾ. അങ്ങനെ ശത്രുണ്ടോ രാഷ്ട്രീയത്തിൽ? എനിക്ക് അറിഞ്ഞൂടാ. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, വേറെ പാർട്ടിക്കാരുണ്ടാവും. അവരൊന്നും അഭിപ്രായം പറയണ്ട, ഞങ്ങളെ നന്നാക്കാൻ വരണ്ട, അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ ആഭ്യന്തര കാര്യമൊന്നുമില്ല. CPM അകത്തെ പ്രശ്നങ്ങൾ പുറത്തെ പ്രശ്നങ്ങൾ എന്ന് വ്യത്യാസമില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ ഒരു പ്രശ്നം ഉന്നയിച്ചു. എന്താ പ്രശ്നം? അവിടെ രക്തസാക്ഷിയായ ധനരാജൻ്റെ പേരിൽ സ്വരൂപിച്ച ഫണ്ട് അന്ന് അവിടുത്തെ MLA ആയിരുന്ന മധുസൂദനൻ തട്ടിപ്പാക്കിയെന്ന ജനങ്ങളോട് പിരിച്ച പൈസയാണ്, അതിന് കണക്കില്ല എന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അതിന് KK രാഗേഷ്, കണ്ണൂർ ജില്ലാ CPM സെക്രട്ടറി, പറഞ്ഞ മറുപടി എന്താ? അത് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസയാണ്, ബഹുജനങ്ങളോട് അത് പറയേണ്ടതില്ല. എങ്ങനെയുണ്ട്? പൊതുജനം ബഹുജനം എന്ന് വാക്ക് മാറ്റി പറഞ്ഞാൽ ഉത്തരവാദിത്തം തീരുമോ? പണം കൊടുത്തവൻ അതിൻ്റെ കണക്ക് കേൾക്കാനുള്ള അവകാശമുണ്ട്. ആ കണക്ക് പറയുക എന്നുള്ളത് ഒരു പാർട്ടി കാര്യമല്ല, അതൊരു പൊതുകാര്യമാണ്. ഇപ്പോൾ വേറെ ആലോചിച്ചു. ഇപ്പോൾ ശബരിമല ദേവസ്വത്തിൻ്റെ അധ്യക്ഷനായിരുന്ന പത്മകുമാർ, അദ്ദേഹം CPM നേതാവാണ്. അദ്ദേഹത്തിനെതിരായി നടപടി എടുക്കണോ വേണ്ടേ എന്നുള്ളത് പാർട്ടി കാര്യമല്ല. എന്താ കാര്യം? ശബരിമലയിൽ സങ്കല്പിക്കാൻ കഴിയാത്ത വലിയ കൊള്ള നടന്നു. ആ കൊള്ള നടന്ന കൂട്ടത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളാണ് പത്മകുമാർ. അപ്പോൾ ആ പ്രതികളൊക്കെ രണ്ടാം പിണറായി സർക്കാർ രക്ഷിച്ചു. എങ്ങനെ? കുറ്റപത്രം കോടതിയിൽ കൊടുക്കാൻ 90 ദിവസം കഴിഞ്ഞു പോയാൽ അവർക്ക് സ്വാഭാവികമായി ജാമ്യം കിട്ടും. ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ, വാസു തുടങ്ങിയ എല്ലാവരും ജാമ്യത്തിന് പുറത്തുപോയി. അവർക്ക് പല സ്വാധീനമുള്ള ആളുകളാണ്, കാശുള്ള ആളുകളാണ്. അവർ തെളിവ് നശിപ്പിക്കുന്ന ഉറപ്പല്ലേ? അപ്പോൾ എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി എടുത്തില്ല എന്നുള്ളത് ഒരു CPM കാര്യമല്ല, അത് ആരുടെ കാര്യമാണ്? അത് പൊതുകാര്യമാണ്. എന്താ കാരണം? അത് കളവ് കേസാണ്. അത് വിശ്വാസികളുടെയോ അയ്യപ്പ ഭക്തന്മാരുടെയോ ഒന്നും കാര്യമല്ല. ഈ നാട്ടിലൊരു കളവ് നടന്നാൽ അത് അന്വേഷിക്കണം, പ്രതികളെ പിടികൂടണം, കോടതിയിൽ ഹാജരാക്കണം, അവർ കുറ്റം തെളിഞ്ഞാൽ അവരെ ശിക്ഷിക്കണം. അപ്പോൾ ഈ ചർച്ച അത് ഞങ്ങൾ നടത്തിക്കോളാം, ഞങ്ങളുടെ വീട്ടുകാര്യമാണ്, കണക്ക് ഞങ്ങളുടെ ഇടയിൽ ബോധിപ്പിച്ചാൽ മതി. ബോധിപ്പിച്ചല്ലോ. ഇപ്പോൾ പയ്യന്നൂർ എങ്ങനെ കുഞ്ഞികൃഷ്ണൻ ജയിച്ചത്? കുഞ്ഞികൃഷ്ണൻ പറഞ്ഞാണ് സത്യം. അണികൾ നേതാക്കന്മാരെ തിരുത്തണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ കുഞ്ഞികൃഷ്ണനാണ് നാട്ടുകാർ, പ്രത്യേകിച്ച് പാർട്ടിക്കാർ വിശ്വസിച്ചത്. അവിടെ ഇപ്പോൾ അവർ അന്നെന്താ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടാന്നാ. ഇവിടെ പയ്യന്നൂരിലെ അല്ലെ തളിപ്പറമ്പിൽ, അവിടെ ഇപ്പോൾ PK ശ്യാമള, അവർ നേരത്തെ ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. 2019 സാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ ആത്മഹത്യക്ക് പ്രേരണയായി തീർന്നത് അവരുടെ നിലപാടാണ് എന്ന് പറഞ്ഞിട്ട് 2019 അവർ രാജിവെച്ചതാണ്. പിന്നെ എങ്ങനെയാണ് അവർ അവിടെ തളിപ്പറമ്പിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായത്? അത് ജനങ്ങൾ ചോദിക്കും. ജനങ്ങൾ തോൽപ്പിച്ചല്ലോ, പിന്നെയും ചോദിക്കും. എന്താ കാരണം? ഞാൻ പത്രത്തിൽ കണ്ടത് ശരിയാണെങ്കിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ 73 പേരിൽ 70 പേരും അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തു. 3 പേരെ അവർക്ക് അനുകൂലമുണ്ടായിരുന്നു. അവരുടെ ഭർത്താവാണ് സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്. കണ്ടോ? അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യും. അത് പാർട്ടിയെ അനുകൂലിക്കുന്നവരും ചർച്ച ചെയ്യും, പ്രതികൂലിക്കുന്നവരും ചർച്ച ചെയ്യും. ഇത് രാഷ്ട്രീയമാണ്, അത് പൊതുകാര്യമാണ്. അവരുടെ ആരും വീട്ടുകാരില്ല, അവരുടെ കുടുംബ പ്രശ്നങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ? നമ്മളെ ബാധിക്കുന്ന കാര്യം. ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകണോ വേണ്ടിയെന്ന് നാട്ടുകാരെ അഭിപ്രായം പറയും. എന്താ കാരണം? പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളാണ്. നമ്മുടെ നികുതിപ്പണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ നടക്കുന്നത്. അദ്ദേഹത്തിന് പേഴ്സണൽ സ്റ്റാഫുണ്ട്, കാറുണ്ട്, അലവൻസ് ഉണ്ട്, പലതും ഉണ്ട്. അതിലൊക്കെ അഭിപ്രായം പറയും. അവർ അഭിപ്രായത്തിന് മറുപടി പറഞ്ഞാൽ മതി. അഭിപ്രായം പറയാൻ പാടില്ല, നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ആവശ്യമില്ല എന്ന മട്ടിൽ വർത്തമാനം പറയരുത്.